പഞ്ചാബിലെ പ്രളയക്കെടുതിയിൽ കുടുങ്ങിപ്പോയ 25 ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന വിവരം ലഭിക്കുന്നു. അതിൽ ഈ 22 CRPF ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. വിനീത വി ജി വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ ഡൽഹിയിൽ നിന്ന് മോർണിംഗ് ഷോയിൽ വരുന്നു. വീണ്ടും വിനീത പറയൂ. എസ്കെൻ, പഞ്ചാബിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മഴയും ഒപ്പം തന്നെ മഴക്കെടുതിയും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിനിടയിലാണ് മധോപൂരിൽ കുടുങ്ങിക്കിടന്ന 25 പേരെ ആർമി രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഹെലികോപ്റ്റർ എത്തിച്ചാണ് ഈ ആളുകളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 22 പേർ CRPF ഉദ്യോഗസ്ഥരാണ്. ഒപ്പം തന്നെ ബാക്കി 3 പേർ മറ്റ് അവിടെയുള്ള ജനങ്ങൾ ഉൾപ്പെടെ അങ്ങനെ 25 പേരെയാണ് ആ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്നവരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ 25 പേരെയും അവിടെ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് ഒഴിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ആ കെട്ടിടം തകർന്നു വീഴുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പല മേഖലകളിലും പഞ്ചാബിൽ മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ ചില മേഖലകളിലുള്ള ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഈ പ്രശ്നബാധിത ഇടങ്ങളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച നമ്മൾ ഈ പറഞ്ഞ മധോപൂരിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായിട്ട് ഒഴിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. പഞ്ചാബിൽ ഇന്നും മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അത് ഫിറോസ്പൂർ ഒപ്പം തന്നെ കപൂർത്തല ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതി ബാധിച്ചിരിക്കുന്നത്. ഈ 2 ജില്ലകളിലാണ്. ഇവിടെയുള്ള നിരവധി ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അടുത്ത 40 മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിലും ഡൽഹിയിലും സമാനമായിട്ടുള്ള മഴ മുന്നറിയിപ്പുണ്ട്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.